ഈ വിഷയത്തെ പറ്റി എന്താ പറയാനുള്ളത്? ഇപ്പം നമ്മൾ കണ്ടല്ലോ, ആദ്യം ഒരു കുഞ്ഞിനെ അമ്മ പുഴയിലേക്ക് വലിച്ചെറിയുന്നു, പിന്നെ ചെറിയച്ഛൻ്റെ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പീഡിപ്പിക്കുന്നു. ഇത് പറയാനുള്ളത് ഇതിനെപ്പറ്റി പറയാനുള്ളത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു സംഭവമായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് താങ്ങാൻ കഴിയാത്ത, ഒരു അമ്മ എന്ന നിലയിൽ താങ്ങാൻ കഴിയാത്ത ഒരു സംഭവമായിപ്പോയി. കുഞ്ഞ് കാണാതായി എന്നുള്ള വാർത്തയാണ് ആദ്യം വരുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ അന്ന് രാത്രി ആ ചിത്രം കിട്ടുമ്പോൾ, മൊബൈൽ ഫോൺ വഴി കുഞ്ഞിൻ്റെ ചിത്രം കിട്ടുമ്പോൾ കണ്ടു കിട്ടണേ എന്ന് ആഗ്രഹിച്ച നിമിഷങ്ങളായിരുന്നു അത്. പക്ഷെ നമ്മളെല്ലാം കണ്ണ് നനച്ചുകൊണ്ടാണ് ആ അമ്മ പുഴയിലെറിഞ്ഞ് കുഞ്ഞിനെ കൊന്നു എന്നുള്ള വാർത്ത വരുന്നത്. അതിന് പിന്നാലെയാണ് കുഞ്ഞ് വളരെ ക്രൂരമായിട്ട് കുഞ്ഞിനെ ലൈംഗികപരമായി 4 വയസ്സുള്ള ഒരു കുഞ്ഞിനെ 2.5 വയസ്സ് മുതൽ പീഡിപ്പിച്ചു എന്നുള്ള വാർത്ത വരുന്നത്. തീർത്തും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. നമ്മുടെ രാജ്യത്ത് ഇത്രയും വലിയ ശക്തമായ നിയമങ്ങൾ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടോ വീട്ടകങ്ങളിൽ നടക്കുന്ന ഇത്തരം കൃത്യങ്ങളെ നമുക്ക് പെട്ടെന്ന് മുൻകൂട്ടി തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ദൗർഭാഗ്യകരമായി താങ്ങാൻ കഴിയാത്തൊരു നൊമ്പരമാണ് നാട്ടിലുള്ള ആളുകൾക്കും എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ഒരു ആരോട് വിരോധം? ഇത്തരം പ്രവൃത്തി ചെയ്യുന്ന എല്ലാവരോടും വിരോധമാണ്. ഞങ്ങൾ ജനാധിപത്യ മേഖല അസോസിയേഷൻ ഇപ്പം സംഘടിപ്പിച്ച മുഴുവൻ ആളുകൾക്കും ഇത്തരം പ്രവൃത്തികൾ ആര് ചെയ്യുന്നോ അവരോടൊക്കെ വിരോധമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം അങ്ങനെ ഒരു വേർതിരിച്ച് പറയേണ്ടതല്ല, എല്ലാവരോടും ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന, ഇത്തരം കിരാതമായിട്ടൊരു പിഞ്ചു കുഞ്ഞിനെ എന്നല്ല, ഏതൊരാളെയും പീഡിപ്പിക്കുന്ന, ക്രൂരമായിട്ട് ഇത്തരത്തിൽ കൊല ചെയ്യാനും കൂട്ടുനിൽക്കുന്നവരോടൊക്കെ വിരോധമുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ കുഞ്ഞ് മരണപ്പെടുക എന്നുള്ളതല്ല ഏറ്റവും ദാരുണമായൊരു സംഭവമായിപ്പോയത്. നമ്മുടെയൊക്കെ വീട്ടകങ്ങളിൽ കുഞ്ഞുങ്ങൾ ഇപ്പോൾ പോക്സോ കേസിലെ പ്രതികളായിട്ട് വരുന്നവർ ഭൂരിഭാഗവും, എല്ലാവരും ഞാൻ പറയുന്നില്ല, എല്ലാവരും അങ്ങനെയല്ല. അതിനൊരു ഒരു പൊതുവായി നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ഒരു നല്ല പക്ഷം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ദൗർഭാഗ്യവശാൽ അച്ഛനും അമ്മാവന്മാരും അടുത്ത ബന്ധുക്കളുമാണുള്ളതെന്ന് അത് യാഥാർത്ഥ്യമായ വസ്തുതയാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്കത് പറയുന്നത് ഭയങ്കര സ്നേഹമായിരുന്നു കുഞ്ഞിനോട് എന്ന് പറഞ്ഞു. അപ്പൊ ഇവർക്കെല്ലാം സങ്കടം ഉണ്ടായിരുന്നത് ഇവൻ എങ്ങനെ ഇത് സഹിക്കുമെന്നായിരുന്നു. എന്നിട്ട് പുഴയുടെ അടുത്ത് പോയപ്പോൾ അവന്റെ മുഖത്തേക്ക് അടുത്ത അയൽവക്കക്കാരൻ നോക്കിയപ്പോൾ അവനൊരു സങ്കടവും കണ്ടില്ല അവന്റെ മുഖത്തെന്ന് പറയുന്നു. അത് സത്യത്തിൽ ഇവൻ ഈ കാണിച്ച സ്നേഹം മൊത്തം അവന്റെ ഉപയോഗത്തിന് വേണ്ടി ആയിരുന്നു. അപ്പൊ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കണത് എന്താ? ഇവന്റെ സ്നേഹവും കരച്ചിലും ഒക്കെ കപടമായിരുന്നു എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കണത്. ഈ സ്നേഹം കാണിച്ചതും വലിയ രീതിയിൽ കരഞ്ഞതും എല്ലാം യഥാർത്ഥത്തിൽ അത് മൃഗതുല്യമായ സ്വഭാവമുള്ള ഒരു മനുഷ്യനായിരുന്നു. എല്ലാം കപടമായിരുന്നു. ഈ കുഞ്ഞിനോട് ഇത്തരത്തിലുള്ള ഇംഗിതം ചെയ്യുന്നതിന് വേണ്ടി അയാൾ കാണിച്ചു കൂട്ടിയതായിരുന്നു. നമ്മുടെ മകളെ നമ്മൾ ചേർത്ത് പിടിച്ച് നമ്മൾ സ്നേഹം കൊടുത്താൽ, ഇങ്ങനെ അവളെ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ, ഈ മാതാവ് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകും. അത് നമുക്കിനി പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. അത് മുഴുവൻ കാര്യങ്ങളും പുറത്തു വന്നിട്ടില്ല. എന്താണ് സംഭവിച്ചത്, അമ്മയുടെ ഭാഗത്തുനിന്ന് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടില്ലല്ലോ. ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ളത് അമ്മ കുട്ടിയെ പുഴയിൽ എറിഞ്ഞു എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ വരട്ടെ, മുഴുവൻ കാര്യങ്ങളും പുറത്ത് വരട്ടെ. ചില കേസുകളിൽ പറയാറുണ്ട് അവൻ ലഹരിയായിരുന്നു, അവന് കഞ്ചാവായിരുന്നു ഒക്കെ പറയാറുണ്ട്. ഈ പ്രതിയെ സംബന്ധിച്ചാലും പ്രതി മദ്യപിക്കുന്നത് പോലും ഇല്ല, സിഗരറ്റ് പോലും മരിക്കുന്ന ആളല്ല. പക്ഷെ അയാളാണ് ഇതിനകത്ത് പ്രതിയായി മാറിയിരിക്കുന്നത്, കുടുംബം നോക്കുന്ന ആളാണ്. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് നമ്മൾ അവിടേക്ക് ചെല്ലുമ്പോൾ, അതിനടുത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ അയൽവക്കക്കാരും ബന്ധുക്കളും പറയുന്നത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന്. അപ്പം മദ്യപിക്കുന്നവരും ലഹരി അടിക്കുന്നവരും എല്ലാവരും കുറ്റകൃത്യം ചെയ്യണമെന്നില്ല. ഇത് കഴിക്കാത്തവർ ചെയ്യില്ലായകയുമില്ല. നമുക്കിത് വീട്ടകങ്ങളിലെ പ്രശ്നമാണ്. ആ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുമ്പോൾ പുറത്തൊരാൾക്കൊരു സംശയം തോന്നേണ്ട കാര്യമില്ല. ചെറിയച്ഛനാണ്, കൊച്ചച്ഛനാണല്ലോ. അപ്പോൾ അത് അവിടെയാണ് നമ്മുടെ മനോഗതി മാറേണ്ടത്, മനോഭാവം മാറേണ്ടത്. എടുത്തുമ്മ 2.5 വയസ്സുകാരിയായ ഒരു കുഞ്ഞിനെ എടുത്ത് ഉമ്മ വെക്കാനേ തോന്നൂ. അത്രയും നമുക്ക് വാത്സല്യം തോന്നുന്ന ഒരു പ്രകൃതവുമാണ് ഉള്ളത്. ആ ഒരു സമയത്ത് കാമക്കണ്ണോടെ കാണണമെങ്കിൽ അത് തീർച്ചയായിട്ടും അതൊരു സ്നേഹമല്ല, മനുഷ്യനുമല്ല. അതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ഈ ഞെട്ടലിൽ നിന്ന് മുക്തിയായിട്ടില്ല. ഞാനും 3 പെൺകുട്ടികളുടെ അമ്മയാണ് ഞാനും. എൻ്റെ കുഞ്ഞിനെ ഞാൻ ഏത് രീതിയിൽ അതാ അമ്മയുടെ കുറേ കാര്യത്തിൽ ആ അമ്മയുടെ കുറ്റവും കൂടി ഉണ്ട്. നമ്മുടെ കുഞ്ഞിനെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ ഒരു ഇതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ജോലിക്ക് പോലും പോകാതെ വീട്ടിൽ കുഞ്ഞിനെ നോക്കിയിരിക്കുന്ന ഒരു അമ്മയുടെ അടുത്ത് ആ കുഞ്ഞിന് ഇതേപോലെയുള്ളൊരു പ്രശ്നങ്ങൾ പറ്റുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള കാര്യമാണ്. അമ്മ കുട്ടിയെ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ, അമ്മ കുഞ്ഞിനെ കുറച്ചുകൂടി മനസ്സിലാക്കിയിരുന്നെങ്കിൽ, സ്നേഹിച്ചിരുന്നെങ്കിൽ, ഞാൻ എൻ്റെ വാക്ക് പറയണം, അമ്മ സ്നേഹിച്ചിരുന്നെങ്കിൽ
ഈ ഇത്രയും രൂക്ഷമായ പ്രശ്നത്തിലേക്ക് ഈ സംഭവം പോകും. അമ്മയോട് മകൾക്ക് തുറന്നു പറയാൻ പറ്റുന്ന അന്തരീക്ഷങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത്രമാത്രം ഒരു അത് ആ അമ്മയും മോളും തമ്മിലുള്ള ബന്ധം അത് നമുക്ക് മനസ്സിലാവില്ല, നാട്ടുകാരായി നമുക്ക് മനസ്സിലാവില്ല അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. ഞങ്ങൾ തൊട്ടടുത്ത് താമസിക്കുന്നവരല്ല, തൊട്ടടുത്ത് താമസിക്കുന്നവർക്ക് പോലും അവർ മനസ്സിലാവാത്ത രീതിയിൽ ഞങ്ങൾക്ക് അത്ര മനസ്സിലാവില്ല. സ്നേഹബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ആ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, അമ്മയെന്നുള്ള നിലയിലെ കൊച്ചച്ഛനോടാണ് ഇപ്പം ദേഷ്യം തോന്നിയത് അതോ അമ്മയോടാണ്? ശരിക്കും പറഞ്ഞാൽ അമ്മ ആ കുഞ്ഞിനെ കൊന്നത് ശരിക്കും അവൻ്റെ കഴുത്തറുത്ത് കൊന്നായിരുന്നെങ്കിൽ ഞങ്ങൾ ആ അമ്മേനെ ചേർത്ത് പിടിച്ചായിരുന്നു. ശരിക്കും ഇത് ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. നമ്മൾ ഇങ്ങനെയൊരു സംഭവം കുട്ടിയെ കാണാനില്ല എന്നറിഞ്ഞപ്പോഴും പലപ്പോഴും കാണുന്നത് പോലെ തന്നെ നാളെ ഒരു സുപ്രഭാതത്തിൽ എവിടെന്നെങ്കിലും ഈ കുഞ്ഞിനെ കണ്ടെത്തും എന്നൊരു പ്രത്യാശയോടുകൂടി നിൽക്കുമ്പോഴാണ് ഈ കുഞ്ഞിനെ അമ്മ തന്നെ പുഴയിലെറിഞ്ഞു കൊന്നതാണെന്നുള്ള ഒരു വാർത്ത കേൾക്കുന്നത്. അപ്പോഴൊക്കെ ഭയങ്കര സങ്കടം വന്നു. അമ്മയോടുള്ള ഒരു വല്ലാത്തൊരു ഇങ്ങനെ, പക്ഷേ എന്തെങ്കിലും മാനസിക പ്രശ്നമില്ലാതെ അങ്ങനെ ചെയ്യില്ല, ഏതെങ്കിലും ഒരു രീതിയിൽ അതിലേക്ക് വഴിതിരിച്ച് പോയതായിരിക്കാം ഈ അമ്മ എന്ന് ചിന്തിച്ചു. പക്ഷേ എങ്കിലും പിന്നീടാണ് പിറ്റേ ദിവസമാണ് അറിയുന്നത് കൊച്ചച്ഛൻ ഇങ്ങനെ ഒരു ആ കുഞ്ഞിനെ അതിക്രൂരമായിട്ട് ഇങ്ങനെ ഒരു മാസങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരു 1.5 വർഷത്തോളമായിട്ട് ഇങ്ങനെ പീഡിപ്പിക്കുകയാണെന്ന്. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്കത് താങ്ങാൻ പറ്റാത്ത ഒന്നാണ്. ഇപ്പോൾ അതിൽ നമുക്ക് വളരെയധികം വെറുപ്പും രോഷവും ഒക്കെ ഉണ്ട്. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മഹിളാ അസോസിയേഷൻ ഒരു ക്യാമ്പയിൻ നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചത് എന്താ വെച്ചാൽ സാമൂഹിക ജീർണതയ്ക്കും വർഗീയതയ്ക്കും എതിരായ ഒരു ക്യാമ്പയിനാണ് ഞങ്ങൾ നടത്തുന്നത്. അതിനുവേണ്ടി ഒരു കാൽനട ജാഥ മിനിങ്ങാന്നാണ് ഞങ്ങൾ നടത്തുന്നത്. ആ ജാഥ നടക്കുന്നതിൻ്റെ തലേദിവസമാണ് ഈ കുഞ്ഞ് മരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ സാമൂഹിക ജീർണത എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. നമ്മുടെ സമൂഹത്തിലെ ബന്ധങ്ങൾ തമ്മിലുള്ള മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണല്ലോ. സാമൂഹ്യ ജീവികൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം എന്നും എന്തൊക്കെയാണ് നഷ്ടപ്പെടുന്നത്, ഒരു പരസ്പരമുള്ള സ്നേഹം, ഈ സ്നേഹമില്ലായ്മ എന്ന് പറഞ്ഞാൽ സ്നേഹം എന്ന് പറഞ്ഞത് ശരീരങ്ങൾ തമ്മിലുള്ള സ്നേഹമല്ല, മനസ്സുകൾ തമ്മിലുള്ള സ്നേഹം ഉണ്ടാവണം. അച്ഛനും അമ്മയും തമ്മിലുള്ള സ്നേഹം, അച്ഛനും മക്കളും തമ്മിലുള്ള സ്നേഹം. ഇതുപോലെ തന്നെ മുമ്പ് കൂട്ടുകുടുംബങ്ങളായിരുന്നു. കൂട്ടുകുടുംബങ്ങളിൽ ഈ കൊച്ചച്ഛന്മാരും അല്ലെങ്കിൽ മുത്തശ്ശന്മാരും അകന്ന ബന്ധുക്കളും എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് കുഞ്ഞുങ്ങളെ ഒരുമിച്ച് വളർത്തിക്കൊണ്ടുവന്ന ഒരു സാമൂഹ്യ രീതിയായിരുന്നു നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നത്. അപ്പോഴൊന്നും ഇല്ലാത്ത രീതിയിൽ ഇത്തരത്തിലുള്ള ഈ ഒരു വൈരാഗ്യം, ഇത്തരം ഒരു സാമൂഹിക ജീർണത വരുന്നത് വളരെ വല്ലാത്തൊരു പ്രശ്നമാണ്. അതിനൊരു പരിഹാരം നമ്മുടെ സമൂഹം ജാഗ്രത പാലിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അതിനു വേണ്ടി ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു രീതിയിലുള്ള ഒരു ബോധവൽക്കരണം നടത്തുക. ബോധവൽക്കരണം നമുക്ക് ചുമ്മാ പറയാൻ പറ്റില്ല. കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇപ്പോൾ അംഗൻവാടിയിൽ പോകുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും ആ സമയം മുതൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് നമ്മളെ സമീപിക്കുന്ന ആളുകൾ എത്തരത്തിലുള്ളതാണ്, ഒരാൾ തൊടുന്നത് ഏത് രീതിയിൽ. 3 വയസ്സുള്ള ഒരു കുഞ്ഞിന് ഒരുപക്ഷെ മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷേ നമ്മളിപ്പോൾ പറയും സ്കൂളുകളിലാണ് നമ്മൾ ഈ ഗുഡ് ടച്ചും ബാഡ് ടച്ചൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഞാനൊരു അധ്യാപിക കൂടിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കാമെന്ന് പറയും. പക്ഷേ സ്കൂളിലല്ല. ഇപ്പോൾ ഇത്തരം സംഭവങ്ങൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് സ്കൂളിൽ നമ്മൾ പറഞ്ഞു കൊടുത്താൽ പോരാ. അതിന് മുമ്പേ തന്നെ ഈ 2 വയസ്സ് 3 വയസ്സുള്ളപ്പോൾ മുതൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം ഗുഡ് ടച്ച് ഏതാണ്, ബാഡ് ടച്ച്, നമ്മുടെ ശരീരഭാഗങ്ങളിൽ എവിടെയെല്ലാം തൊടുമ്പോഴാണ് നമുക്ക് അത് നോ പറയേണ്ടത് എവിടെയാണ്. അതെല്ലാം നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളെ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതാണ് ഇതിനുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ വെറുതെ സംസാരിച്ചു പോയിട്ട് കാര്യമില്ലല്ലോ. അതാണ് പറയാനുള്ളത്. സ്കൂളിലാണെങ്കിലും ടീച്ചേഴ്സാണെങ്കിലും കുറച്ചുകൂടെ ശ്രദ്ധിക്കണ്ടേ? ടീച്ചേഴ്സ് ഇപ്പോൾ മിക്കവാറും ഇപ്പം ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വീടുകളിൽ പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മുടെ അടുത്ത് കുട്ടികളൊന്നും പറയാറുണ്ട്. അവരുടെ വീടുകളിലെ പല പ്രശ്നങ്ങളും അവർ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതാണ് കുട്ടികൾ. അപ്പോൾ അധ്യാപകരെപ്പോഴും അങ്ങനെ ഇപ്പം എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ലല്ലോ. സമൂഹത്തിൻ്റെ ഒരു പ്രതിച്ഛായ തന്നെയാണല്ലോ അധ്യാപകരും. അപ്പോൾ മിക്കവാറും എല്ലാ അധ്യാപകരും തന്നെ കുട്ടികൾ വളരെ ഇപ്പോൾ പണ്ടത്തെ പോലെ വടിയെടുത്ത് ചെല്ലുന്ന അധ്യാപകരൊന്നുമില്ല. കുട്ടികളെ ചേർത്ത് പിടിക്കുന്ന അധ്യാപകർ തന്നെയാണ് ഭൂരിഭാഗവും. വളരെ കുറച്ച് ചിലപ്പോൾ അല്ലാത്തതും ഉണ്ടാവാം. അപ്പോൾ കുട്ടികളെ ചേർത്ത് പിടിക്കാറുണ്ട്. കുട്ടികളോട് എന്തും തുറന്നു പറയാനുള്ള ഒരു മനസ്സ് പരസ്പരം ഭൂരിഭാഗവും ഉണ്ട്. ചിലതൊന്നും ഇല്ലാതെ വന്നേക്കാം. ഇപ്പോൾ ഈ സംഭവത്തിൽ എന്താ ടീച്ചറോട് കുട്ടിയൊക്കെ ഒന്നും പറയാൻ പറ്റാതെ പറഞ്ഞിട്ടുണ്ടാവില്ല. ഉണ്ടെങ്കിൽ ടീച്ചർ എന്തായാലും പുറത്ത് വിടുമല്ലോ അത്. അപ്പോൾ അങ്ങനെ എന്തോ ഒരു ധാരണക്കുറവ് ഉണ്ടായിട്ടുണ്ടാകാം. ഇതിലേറ്റവും അധികം ഒരു ഇഷ്ടക്കേട് തോന്നിക്കുന്ന ആരെയോ, കൊച്ചച്ഛനോടാണോ അതോ ഈ പറഞ്ഞ അങ്ങനെ നമ്മൾ ടീച്ചറെന്ന് അങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നമുക്ക് വ്യക്തിവൈരാഗ്യമല്ലല്ലോ ഇത്. ഇവർ രണ്ടുപേരും ചെയ്തത് തെറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇത്തരം തെറ്റ് ചെയ്യുന്ന വ്യക്തികളോട് എല്ലാവരോടും നമുക്ക്
നമ്മൾ അകറ്റി നിർത്തണം. അങ്ങനെ ഉള്ള ആളുകളെ നമ്മൾ ഒറ്റപ്പെടുത്തുക തന്നെ വേണം. ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ മക്കളെ മാറ്റി അമ്മയുടെ കൂടെ കിടത്തുക എന്നൊക്കെയുള്ള ഒരു സ്ഥിതി വരണ്ടേ നമ്മുടെ നാട്ടിൽ? ഇനിയിപ്പം ഒരു പ്രായം 5 വയസ്സൊക്കെ ആകുമ്പോൾ പെൺകുട്ടികളെ പ്രത്യേകിച്ച് പെൺകുട്ടികളെ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണമല്ലോ. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും പെൺകുട്ടികളെ ശ്രദ്ധിക്കണം. അത് എത്ര അടുത്ത ബന്ധുക്കളായാൽ പോലും ഒരു പരിധി വേണം. നമ്മൾ അവരുടെ കൂടെ കുട്ടികളെ വിടുന്നതിന് ഒരു പരിധി വേണം. അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത്, അത് ഓരോ അമ്മമാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പരിധി വിട്ടുള്ള ഒരടുപ്പം അത് ശ്രദ്ധിച്ച് തന്നെ കൊടുക്കാൻ പാടുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.